ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 4-ാം അധ്യായത്തിലെ 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. അജോഭിസന്നവ്യയാത്മാ ഭൂതാനാം ഈശ്വരോഭിസൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായയാ. അജഃ അഭിസൻ അവ്യയാത്മാ ഭൂതാനാം ഈശ്വരഃ അഭിസൻ പ്രകൃതിം സ്വാം അധിഷ്ഠായ സംഭവാമി ആത്മമായയാ. അജഃ അഭിസൻ, ജനിക്കാത്തവൻ, ജന്മമില്ലാത്തവനും, അവ്യയാത്മാ, നാശമില്ലാത്തവനും ഒക്കെയാണ് എങ്കിലും ഭൂതാനാം ഈശ്വരഃ അഭിസൻ, ജീവികളുടെ എല്ലാം ഈശ്വരനാണ് എങ്കിലും സ്വാം പ്രകൃതിം അധിഷ്ഠായ, സ്വന്തം പ്രകൃതിയെ ആശ്രയിച്ചിട്ട് സംഭവാമി ആത്മമായയാ, ആത്മമായ സ്വന്തം മായാശക്തിയാൽ അഹം സംഭവാമി, ഞാൻ ജന്മമെടുക്കുന്നു. ജന്മാദി നാശങ്ങളില്ലാത്തവനാണെങ്കിലും എല്ലാ ജീവജാലങ്ങളുടെയും ശക്തിവിശേഷമായിട്ട് കുടികൊള്ളുന്ന നിയാമകനും ഒക്കെയാണെങ്കിലും സ്വന്തം പ്രകൃതിയെ ആശ്രയിച്ച് സ്വന്തമായ ശക്തി കൊണ്ട് ഞാൻ ജന്മങ്ങളെടുക്കുന്നു, അല്ലെങ്കിൽ അവതാരങ്ങളെടുക്കുന്നു. എപ്പോഴും ഭഗവാൻ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ചിട്ട് തനിക്ക് അധീനമായിട്ടുള്ള ഉപാധികളെയൊക്കെ സ്വീകരിച്ച് സ്വതന്ത്രമായി തന്നെയാണ് അവതാരങ്ങൾ ചെയ്യുന്നത്. ജീവികളെല്ലാം സ്വകർമ്മത്താൽ മായയ്ക്ക് അധീനരായിട്ട് സ്വാതന്ത്ര്യമില്ലാത്തവരായിട്ട് ജനിക്കുമ്പോൾ ഭഗവാൻ തനിക്ക് അധീനമായിരിക്കുന്ന മായയെ ആശ്രയിച്ചുകൊണ്ട് ഓരോരോ അവതാരങ്ങളെടുക്കുന്നു. അത് ഏതവതാരമെടുത്താലും ആ അവതാരത്തിൻ്റെ ഉദ്ദേശം സാധിക്കുന്നതിന് അനുരൂപമായിട്ടുള്ള ശരീരങ്ങളെയാണ് ഭഗവാൻ കൈക്കൊള്ളുന്നത്. നമുക്കറിയാം, വേദങ്ങളെ മീളാൻ മത്സ്യമായും സമുദ്രത്തിലേക്ക് താഴ്ന്നു പോയ ഭൂമിയെ ഉദ്ധരിക്കുന്നതിന് കൂർമ്മമായും വരാഹമായും ഒക്കെ ഭഗവാൻ അവതരിച്ചിട്ടുണ്ട്. ഭക്തപ്രഹ്ലാദനെ സംരക്ഷിക്കുന്നതിനായിട്ട് ഹിരണ്യകശിപുവിന് ലഭിച്ച വരങ്ങളെ എല്ലാം മാനിച്ചുകൊണ്ട് മനുഷ്യനും മൃഗവുമല്ലാത്ത നരസിംഹരൂപം കൈക്കൊണ്ടവനും ഭഗവാൻ തന്നെയാണ്. അങ്ങനെ യുഗങ്ങൾ തോറും ഓരോരോ ശരീരങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വമായയ്ക്ക് ആശ്രയമായി നിന്നുകൊണ്ട് ഭഗവാൻ തന്നെ ജന്മങ്ങൾ എടുക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. സാധാരണ ജീവാത്മാക്കളെല്ലാം അവരവരുടെ കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ട് ഓരോരോ ശരീരങ്ങളെ നിർബന്ധമായി സ്വീകരിക്കേണ്ടി വരുന്ന ആ സമയത്ത് യാതൊരു കർമ്മങ്ങളും തന്നിൽ ലേപനം ചെയ്യപ്പെടാത്ത ഈശ്വരനാകട്ടെ ഓരോരോ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് അനുയുക്തമായ ശരീരങ്ങളെ സ്വയം മായയെ ആശ്രയിച്ചുകൊണ്ട് കൈക്കൊള്ളുന്നു. ജന്മാദി നാശങ്ങളൊന്നുമില്ലാത്തവനാണ് ഈശ്വരൻ. അങ്ങനെയുള്ള ആ ഈശ്വരൻ ഓരോരോ അവതാരങ്ങൾ എടുക്കുന്നത് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയായിട്ടാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാകുന്നു. അജോഭിസന്നവ്യയാത്മാ ഭൂതാനാമീശ്വരോഭിസൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായയാ. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത
അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിഃ ഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാ ആത്മാനം സൃജാമി അഹം. യഥാ യഥാ എപ്പോഴെപ്പോഴാണോ ധർമ്മസ്യ ധർമ്മത്തിൻ്റെ ഗ്ലാനിഃ ഭവതി മങ്ങലേൽക്കുന്നത്, ധർമ്മത്തിന് മങ്ങലേൽക്കുന്നത്, അഭ്യുത്ഥാനം അധർമ്മസ്യ അധർമ്മത്തിൻ്റെ അഭിവൃദ്ധി എപ്പോഴാണ് ഉണ്ടാകുന്നത്, തഥാ അപ്പോൾ ആത്മാനം സൃജാമി ഞാൻ എന്നെ തന്നെ സൃഷ്ടിക്കുന്നു, അഹം ഞാൻ എന്നെ തന്നെ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഏതെല്ലാം സമയത്താണോ ധർമ്മത്തിന് മങ്ങലേൽക്കുകയും അധർമ്മം അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്നത്, അപ്പോഴെല്ലാം ഭഗവാൻ സ്വയം അവതരിക്കുന്നു. ഇതിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത് ഭഗവാന്റെ ഇച്ഛ സദാസമയവും അല്ലെങ്കിൽ എല്ലാ കാലത്തും ഈ പ്രപഞ്ചത്തിൽ ധർമ്മം സംരക്ഷിക്കപ്പെടണം എന്നാണ്. എപ്പോഴാണോ ഈ ധർമ്മ സംരക്ഷണത്തിന് വിഘാതമായിട്ട് അധർമ്മികൾ അഭിവൃദ്ധിയെ പ്രാപിക്കുന്നത്, അപ്പോഴാണ് ഭഗവാൻ അവതാരങ്ങളെടുക്കാൻ നിർബന്ധിതനായിത്തീരുന്നത്. എല്ലാവരും ധർമ്മത്തിൻ്റെതായ 4 അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അവരവരുടെ ജീവിതം നയിക്കുന്നത് എന്ന് വന്നാൽ ഭഗവാൻ ഒരിക്കലും ഒരു അവതാരം എടുക്കേണ്ടതായ ആവശ്യമേയില്ല. കാരണം എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയാണ്. അവരെല്ലാം ധർമ്മത്തിൻ്റെ എല്ലാ അതിരുകളെയും പാലിച്ചുകൊണ്ട് ആരും പരസ്പരം അതിര് വിട്ടുള്ള കർമ്മങ്ങൾ ഇല്ലാത്ത അവസ്ഥയിൽ അവരെല്ലാം ഈശ്വരരൂപികൾ തന്നെയാണ്. അപ്പോൾ സവിശേഷമായിട്ട് ഭഗവാന് ഒരു അവതാരം എടുക്കേണ്ടതായ ആവശ്യം വരുന്നില്ല. പക്ഷേ എപ്പോഴാണോ ആ ജീവജാലങ്ങളിലൊക്കെ തമോ ഗുണം അധികരിച്ച് സത്വഗുണം തീരെ കുറഞ്ഞ് ആ തമോ ഗുണത്തെ പരിപോഷിപ്പിക്കുന്ന രീതിയിൽ രജോ ഗുണവും ഒക്കെ ചേർന്ന് വന്നാൽ അവർ ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാം തമോ ഗുണ പ്രധാനം ഉള്ളവയായിരിക്കും. അങ്ങനെയാണ് ധർമ്മത്തിന് ഭ്രംശം സംഭവിച്ചുകൊണ്ട് അധർമ്മം അഭിവൃദ്ധി പ്രാപിക്കുന്നത്. ഇങ്ങനെയുള്ള അധർമ്മികൾ അഭിവൃദ്ധിയെ പ്രാപിക്കുമ്പോൾ ധർമ്മമാർഗത്തിൽ ജീവിക്കുന്നവർക്ക് ഈ അധർമ്മികളെ നിയന്ത്രിക്കാൻ സാധ്യമായി എന്ന് വരില്ല. നമുക്ക് ചുറ്റും ഇപ്പോൾ ഒന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ഒരാൾക്കും സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല. അവരെല്ലാവരും വളരെയധികം വിഷമതകൾ അനുഭവിക്കുന്നു. എന്നാൽ കൊടിയ അധർമ്മികളൊക്കെ വളരെ സുഖമായും ജീവിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഭഗവാന്റെ അവതാരത്തിനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്ന് തന്നെയാണ്. കലികാലത്തിലെ ശമ്പള ഗ്രാമത്തിൽ നിന്ന് ഭഗവാൻ കൽക്കിയായി അവതരിക്കും എന്ന് ഭാഗവതം പറയുന്ന ആ സാഹചര്യം ഒക്കെ ഇവിടെ രൂപപ്പെട്ടു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നിരുന്നാലും ഇടയിൽ ഭഗവാനാൽ പ്രേക്ഷിതരായ ആളുകൾ ഈശ്വര സ്വരൂപികളായി നിന്നുകൊണ്ട് ഈ ധർമ്മ സംസ്ഥാപനം നടത്തുന്നതിനായി വളരെയധികം പരിശ്രമിച്ചുകൊണ്ട് എത്രത്തോളം മുന്നോട്ട് പോകുമോ അത്രത്തോളം കാലം ഭഗവാന് ഒരു അവതാര സ്വരൂപം എടുക്കേണ്ടതായ സാഹചര്യം ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതും നമുക്ക് വളരെ പ്രകടമായിട്ടിപ്പോൾ ദൃശ്യം തന്നെയാണ് ആലോചിച്ചാൽ എന്നത് വ്യക്തവുമാണ്. അപ്പോൾ എപ്പോഴാണോ ധർമ്മത്തിന് ഹാനിയും അധർമ്മത്തിന് അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നത്, അപ്പോഴാണ് ഭഗവാൻ അവതാരങ്ങളെടുക്കാൻ നിർബന്ധിതനായിത്തീരുന്നത്.
യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപന അർത്ഥായ സംഭവാമി യുഗേ യുഗേ. പരിത്രാണായ സാധൂനാം സാധുജനങ്ങളെ, ധർമ്മമാർഗത്തിൽ ജീവിക്കുന്ന ആളുകളെ, പരിത്രാണായ പരിരക്ഷിക്കുന്നതിനും, വിനാശായ ച ദുഷ്കൃതാം ദുഷ്കർമ്മങ്ങളെ ചെയ്യുന്നവരെ ഇല്ലായ്മ ചെയ്യുന്നതിന് നശിപ്പിക്കുന്നതിനായിട്ടും, ധർമ്മ സംസ്ഥാപന അർത്ഥായ ധർമ്മത്തെ പുനഃസ്ഥാപനം ചെയ്യുന്നതിന് വേണ്ടിയായിട്ടും, അഹം യുഗേ യുഗേ സംഭവാമി ഞാൻ യുഗം തോറും അവതരിക്കും. എല്ലായ്പ്പോഴും ഭഗവാൻ ഇച്ഛിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ ധർമ്മം നിലനിൽക്കണം എന്ന് തന്നെയാണ്. ധർമ്മം നിലനിൽക്കണമെങ്കിൽ സാധുജനങ്ങൾ സംരക്ഷിക്കപ്പെടണം, അധർമ്മികൾ അമർച്ച ചെയ്യപ്പെടണം. സാധാരണഗതിയിൽ ഒരു രാജ്യത്തിൻ്റെ രാജാവ് ഈ കർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നു. പക്ഷേ രാജാവ് സ്വയം അധർമ്മിയായി കഴിഞ്ഞാൽ ആ പ്രജകളുടെ ഗതി എന്താവും? അതൊക്കെയാണ് കലികാലത്തിൽ സംഭവിക്കുക. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഭഗവാൻ വീണ്ടും ഒരു അവതാരം എടുക്കാനായിട്ട് നിർബന്ധിതനായി തീരുന്നത്. അപ്പോൾ ഭഗവാന്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ, ആരോരും സഹായമില്ലാതെ സദ്വൃത്തരായി നല്ല മാർഗത്തിൽ മാത്രം ജീവിക്കുന്ന ആളുകൾ വളരെയധികം കഷ്ടത അനുഭവിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരുന്നു. എന്നാലോ അവരെയൊക്കെ പീഡിപ്പിക്കുന്ന ആളുകളാണെങ്കിലോ അവർ വളരെ സമൃദ്ധരായിട്ടും എല്ലാ അധികാര സ്ഥാനങ്ങളും അലങ്കരിക്കുന്നവരായും ഒക്കെ ജീവിക്കുമ്പോൾ ഇവിടെ ധർമ്മം എന്ന് പറയുന്ന വസ്തു കണി കാണാൻ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ഈ അവസ്ഥ ഒരിക്കലും ഭഗവാനെ അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് സഹികെട്ട് ഭഗവാൻ സ്വയം അവതരിക്കുന്നതാണ്. അതുകൊണ്ട് ഭഗവാന്റെ ഓരോ അവതാരങ്ങളും ഓരോ സമയത്തും ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് മാത്രം ആണ് എന്ന് നമുക്ക് ഭാഗവതാദി പുരാണങ്ങളിലൊക്കെ മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നതാണ്. സദാസമയവും ധർമ്മം സംരക്ഷിക്കപ്പെടുകയാണെങ്കിൽ ആ പ്രപഞ്ചം എത്ര മഹത്തരമാണ് എന്ന് ചിന്തിച്ച് നോക്കണം. ജന്മനാ വൈരികളായിരിക്കുന്ന ജീവജാലങ്ങളൊക്കെ പരസ്പര സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന ഒരവസ്ഥയിൽ ഒരു സമയത്തും ഭഗവാന് ഒരു അവതാരം എടുക്കുവാൻ നിർബന്ധിതനാകുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധുജനങ്ങളെ അധികാരത്തിൽ ഇരിക്കുന്നവർ സംരക്ഷിക്കുകയാണെങ്കിൽ, ദുർജനങ്ങളെ അമർച്ച ചെയ്യുകയാണെങ്കിൽ അത് മതി ധർമ്മം ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കാൻ. അതിൻ്റെ സംരക്ഷണത്തിനായിക്കൊണ്ട് ഭഗവാൻ ഏതേത് ശരീരങ്ങൾ വേണമെങ്കിലും എടുത്തുകൊണ്ട് ആ കൃത്യം പരിപാലിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ജന്മകർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. ജന്മകർമ്മ ച മേ ദിവ്യം ഏവം യഹ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനഃ ജന്മ ന ഏതി മാം ഏതി സഹ അർജുന. മേ ദിവ്യം ജന്മ ച കർമ്മ ച, എൻ്റെ ദിവ്യങ്ങളായ അവതാരങ്ങളെയും കർമ്മങ്ങളെയും എല്ലാം ഏവം യഹ വേത്തി തത്വതഃ, ഇപ്രകാരം
ആരാണോ താത്വികമായി അറിയുന്നത്, സഹ അയാൾ തെക്വാദേഹം ദേഹം ഉപേക്ഷിച്ചിട്ട് പുനഃ ജന്മ ന ഏതി പിന്നീട് അയാൾ പുനർജന്മത്തെ പ്രാപിക്കുന്നില്ല. പിന്നെ എന്ത് പ്രാപിക്കുന്നു? മാം ഏതി എന്നെ പ്രാപിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഭഗവാന്റെ അവതാര രഹസ്യങ്ങൾ ഏതൊരു പുമാനാണ് താത്വികമായിട്ട് അറിയുന്നത്, മനസ്സിലാക്കുന്നത്, അയാൾ ശരീരം ഉപേക്ഷിച്ചാൽ പുനർജന്മത്തെ പ്രാപിക്കുന്നില്ല, പകരം അയാൾ എന്നെ പ്രാപിക്കുന്നു. എല്ലാ ഭക്തരുടെയും ഉപാസനയുടെ പൂർണ്ണമായ ലക്ഷ്യം ഭഗവത് പാദം ചേരാനാണ്. ഇപ്പോൾ രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. എല്ലാവരും രാമൻ്റെ പാദത്തിലേക്ക് ചേരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. തന്നെയല്ല ഇപ്പോൾ നാരായണീയം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ യോഗീന്ദ്രാണാം ത്വദംഗ്വേഷ അധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥതേ പാദമൂലം. അവിടെയും യോഗീന്ദ്രന്മാരൊക്കെ പോലും ആഗ്രഹിക്കുന്നത് ഭഗവാന്റെ പാദമൂലത്തെയാണ്. എല്ലാ ഭക്തന്മാർക്കും ഭഗവാന്റെ പാദമൂലത്തിൽ എത്തിച്ചേരണം എന്നതാണ് ആഗ്രഹം. അപ്പോൾ അങ്ങനെയിരിക്കെ ഭഗവാന്റെ അവതാരങ്ങളെയും കർമ്മങ്ങളെയും ഒക്കെ താത്വികമായിട്ട് അറിയുന്ന ഭക്തന്മാർ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവരാരും പുനർജന്മത്തെ പ്രാപിക്കുകയില്ല എന്ന് ഭഗവാൻ ഉറപ്പിച്ച് പറയുകയാണ് അർജുനനോടിവിടെ. അവരെല്ലാം ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ്. ഭാഗവതത്തിലെ പല കഥാപാത്രങ്ങൾക്കും ലഭിക്കുന്ന മോക്ഷ പ്രകാരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. പരീക്ഷിത് രാജാവ് 7 ദിവസം ഭാഗവതം ശ്രമിച്ചിട്ട് അയാൾ ഭഗവത് സ്വരൂപിയായിട്ട് മോക്ഷം പ്രാപിച്ചു എന്ന് കാണുമ്പോൾ ബ്രഹ്മദേവന് പോലും അത്ഭുതമുണ്ടായി എന്നാണ് ഭാഗവത മഹാത്മ്യത്തിൽ പറയുന്നത്. അവിടെ ബ്രഹ്മദേവൻ ഒരു തുലാസ് എടുത്തിട്ട് എല്ലാ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ ഒരു തട്ടിൽ വെച്ചിട്ട് മറ്റേ തട്ടിൽ ഭാഗവതത്തെയും വെച്ച് തൂക്കി നോക്കിയപ്പോൾ ഭാഗവതത്തിനാണ് കൂടുതൽ കനം ഉണ്ടായിരുന്നത് എന്ന് അവിടെ ബോധ്യപ്പെട്ടു. അങ്ങനെയുള്ള ആ ഭാഗവതം ദേവന്മാർക്ക് പോലും അലഭ്യമായ ഒന്നാണ് എന്ന് ഭാഗവത മഹാത്മ്യത്തിൽ പറയുന്നുമുണ്ട്. അതുപോലെ തന്നെ ഓരോരോ മോക്ഷേച്ഛുക്കൾക്കും ഭഗവത് പദം പ്രാപിക്കുന്ന രീതിയും നമ്മൾ കാണുന്നുണ്ട്. കംസനാണെങ്കിൽ നിരന്തരമായ ഭഗവത് സ്മൃതിയാൽ സദാസമയവും വൈരചിന്തയോടുകൂടി കൃഷ്ണനെ ഭജിച്ചിരുന്ന കംസൻ ഭഗവാനെ പ്രാപിച്ചു എന്നാണ് പറയുന്നത്. ദ്വേഷഭക്തിയിലൂടെ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, രാവണൻ, കുംഭകർണൻ, ശിശുപാലൻ, ദന്തഭക്തർ ഇവരൊക്കെ ആ 3 അസുരജന്മങ്ങൾക്ക് ശേഷം ഭഗവത് പദം പ്രാപിച്ചു ഭഗവാന്റെ ദാസന്മാരായി തീർന്നു എന്ന് പറയുന്നു. ഈ ശിശുപാലൻ്റെയും ദന്തഭക്തരുടെയും വധത്തിന് ശേഷം അവിടെ ഭാഗവതത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ശിശുപാലൻ്റെ ശരീരത്തിൽ നിന്നും ഉയർന്നു പൊങ്ങിയ ആ തേജസ് വാസുദേവനിൽ ചെന്ന് ചേർന്നു, എല്ലാവരും കണ്ടു നിൽക്കുക എന്നാണ് പറയുന്നത്. ഇപ്രകാരം ഓരോരോ ഭക്തന്മാരും അവർ ഏത് തരം ഭക്തിയാണ് ആശ്രയിക്കുന്നത് എന്നത് ഒരു വിഷയമേ അല്ല. അവരെല്ലാവരും ആത്യന്തികമായിട്ട് ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത്. സദാസമയവും ഏത് പ്രകാരത്തിലായാലും ഭഗവത് സ്മരണ ഉണ്ടാകണം എന്നേ ഭഗവത് പദം പ്രാപിക്കുന്നതിനുള്ള യോഗ്യതയായിട്ടുള്ളൂ. അത് സ്നേഹമാകാം, വൈരമാകാം, ദേഷ്യമാകാം, അല്ലെങ്കിൽ അച്ഛനെന്നാവാം, അമ്മയെന്നാവാം, മകനെന്നോ മകളെന്നോ ഏത് രീതിയിലും ഭഗവാനെ ഉപാസിക്കാം. ഏത് രീതിയിലായാലും നിരന്തരമായ ഉപാസനയാണ് ഭഗവത് ഭക്തിക്ക് പ്രാഥമികമായി വേണ്ട യോഗ്യത.
അപ്പോൾ അപ്രകാരത്തിൽ ഭഗവാന്റെ അവതാരങ്ങളെയും കർമ്മങ്ങളെയും ഒക്കെ ആരറിയുന്നുവോ അവർ ഒരിക്കലും പുനർജന്മത്തെ പ്രാപിക്കുകയില്ല, പകരം ഭഗവത് പദം പ്രാപിക്കുകയും ചെയ്യും എന്നാണ് ഇവിടെ ഭഗവാൻ ഉറപ്പിച്ച് പറയുന്നത്. ജന്മകർമ്മജ മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ തെക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. വീതരാഗഭയക്രോധ മന്മയാ മാമുപാശ്രിതാഃ ബഹവോ ജ്ഞാനതപസാ പൂതാ മദ്ഭാവമാഗതാഃ. വീതരാഗഭയക്രോധ മന്മയാ മാം ഉപാശ്രിതാഃ ബഹവഃ ജ്ഞാനതപസാ പൂതാ മദ്ഭാവമാഗതാഃ. വീതരാഗഭയക്രോധ, രാഗവും ഭയവും ക്രോധവും എല്ലാം ഉപേക്ഷിച്ചവരായിട്ട്, മന്മയാ, സദാസമയവും എന്നെ തന്നെ ധ്യാനിച്ചിരിക്കുന്നവർ, മാം ഉപാശ്രിതാഃ, എന്നെ തന്നെ ആശ്രയിച്ചവരായിട്ട് ഉള്ള ആളുകൾ, ബഹവഃ, വളരെയധികം പേർ, ജ്ഞാനതപസ, അവർ ജ്ഞാനം കൊണ്ടും തപസ്സുകൊണ്ടും അല്ലെങ്കിൽ ജ്ഞാനമാകുന്ന തപസ്സുകൊണ്ട്, പൂതാഹ്, അവർ പരിശുദ്ധരായി തീർന്നിട്ട്, മദ്ഭാവം ആഗതാഹ, എൻ്റെ ഭാവത്തെ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തെ പ്രാപിച്ചു. അപ്പോൾ ഭഗവത് പദം പ്രാപിക്കുന്നതിനുള്ള യോഗ്യത എന്താണ് എന്നിവിടെ വ്യക്തമായിട്ട് ഭഗവാൻ പറഞ്ഞു തരികയാണ്. അവർ വീതരാഗഭയക്രോധ, രാഗം, ഭയം, ക്രോധം ഇവയെല്ലാം ആർക്കാണോ ഉപേക്ഷിക്കാൻ കഴിയുന്നത്, എന്നിട്ട് മന്മയ, സദാസമയവും മനസ്സ് എന്നെ തന്നെ ധ്യാനിക്കുന്നവരായിട്ട്, മാം ഉപാശ്രിതാഹ, എന്നെ തന്നെ പരിപൂർണ ആശ്രയമായി ചിന്തിക്കുന്നവരായിട്ട്, ജ്ഞാനതപസ്സുകൊണ്ട് വളരെയധികം പേര് എന്നെ പരിശുദ്ധരായി തീർന്ന് പ്രാപിച്ചിട്ടുണ്ട്. മഹാഭാരതത്തിൽ ഭീഷ്മപിതാമഹനൊക്കെ ഇപ്രകാരം നിരന്തരമായ ഈശ്വര സ്മരണയോടുകൂടി തന്നെ ഭഗവത് പദം പ്രാപിച്ചു എന്ന് കാണാം. അവിടെ ശരശയ്യയിൽ കിടക്കുന്ന ആ ഭീഷ്മപിതാമഹൻ ഭഗവത് ദർശനത്തിനായിട്ട് കാക്ഷിച്ചുകൊണ്ടാണ് ഉത്തരായണം കാത്ത് ശരശയ്യയിൽ കിടന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ദക്ഷിണായനം മാറി ഉത്തരായണം വരട്ടെ എന്ന് കരുതി ഉത്തരായണ കാലത്ത് ശരീരം ഉപേക്ഷിച്ച് പോയാൽ അവർക്ക് സദ്ഗതി കിട്ടും എന്നുള്ള സങ്കല്പം കൊണ്ടാണ് എന്നാണ് നാം എല്ലാം ധരിച്ചു വച്ചിരിക്കുന്നതെങ്കിലും ഭഗവത് ദർശനം ലഭിക്കുക എന്നുള്ള ആഗ്രഹ പൂർത്തീകരണത്തിനാണ് അവിടെ ഭീഷ്മർ കാത്തു കിടന്നിരുന്നത് എന്ന് നമുക്ക് ഈ രംഗങ്ങൾ കണ്ടാൽ മനസ്സിലാവും. തന്നെയുമല്ല, ഭഗവത്ഗീതയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അന്തകാലേജ മാമേവ സ്മരൻ മുക്ത്വാ കളേബരം യ പ്രയാതി സമദ്ഭാവം യാതിനാസ്ത്യസ്ത്ര സംശയ. അവസാന കാലത്ത് ആരാണോ എന്നെ ഉപാസിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കുന്നത് അവരെ സംശയലേശമില്ലാതെ എന്നെ തന്നെ പ്രാപിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ അവസാന കാലത്ത് ഈ ഭീഷ്മപിതാമഹൻ ഭഗവത് സ്മൃതിയോടുകൂടി ഭഗവാനെ ഭൗതികമായി ദർശിക്കുവാനുള്ള ഭാഗ്യവും കൂടി ലഭിച്ചുകൊണ്ട് അവിടെ ധർമ്മപുത്രർക്കായിക്കൊണ്ട് എല്ലാ ധർമ്മങ്ങളെയും ഉപദേശിച്ച് വിഷ്ണു സഹസ്രനാമവും ഉപദേശിച്ച് അതിനുശേഷം ഭാഗവതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന സ്തോത്രരത്നം ആയിരിക്കുന്ന ഭീഷ്മസ്തുതി അതുകൂടി ഭഗവത് പാദത്തിൽ സമർപ്പിച്ചിട്ടാണ് അദ്ദേഹം യാത്രയാകുന്നത്. അപ്പോൾ ഭഗവാൻ ഗീതയിൽ പറഞ്ഞതിന് അനുസരിച്ചിട്ട് അവസാന കാലത്ത് ഭഗവത് സ്മൃതിയോടുകൂടി ആര് ശരീരം ഉപേക്ഷിക്കുന്നവർ ഭഗവാനെ പ്രാപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഭഗവാനെ നേരിൽ കണ്ടുകൊണ്ട് ഭഗവാന്റെ സഹസ്രനാമങ്ങൾ ഭക്തനായി ഉപദേശിച്ചുകൊണ്ടും ആ സ്തവരാജൻ എന്ന് ഭാഗവതത്തിൽ പ്രകീർത്തിക്കപ്പെടുന്ന ഭീഷ്മസ്തുതിയെ ഭഗവത് പാദങ്ങൾ സമർപ്പിച്ചിട്ടുകൊണ്ടാണ് ഭീഷ്മപിതാമഹൻ ശരീരം ഉപേക്ഷിച്ച് യാത്രയാകുന്നത്. നിശ്ചയമായും അദ്ദേഹത്തിന് കിട്ടുന്ന ആ മോക്ഷപദം ഏറ്റവും ശ്രേഷ്ഠം തന്നെ എന്നാണ് ഭാഗവതവും ഉദ്ഘോഷിക്കുന്നത്.
അപ്രകാരം നിരവധി ആളുകളാണ് എന്നെ പ്രാപിച്ചിട്ടുള്ളത് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അവർക്കെല്ലാം വേണ്ട യോഗ്യത ഈ രാഗവും ഭയവും ക്രോധവും എല്ലാം ഉപേക്ഷിച്ചിട്ട് നിരന്തരം എന്നെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ഉപാസിക്കുന്നവരായിട്ട് ജ്ഞാന തപസ്സുകളിലൂടെ പൂർണ്ണമായി ശുദ്ധരായിട്ടാണ് അവരെന്നെ പ്രാപിച്ചിട്ടുള്ളത്. അങ്ങനെ പ്രാപിച്ചവർ നിരവധിയുണ്ട് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നമ്മളും ആ നിരവധി ആളുകളിൽ ഒരാളായി തീരാനായിട്ട് പ്രാർത്ഥിക്കണം. അതിന് വേണ്ടതായ യോഗ്യത നേടണം എന്നാണ് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. വീതരാഗഭയക്രോധ മന്മയാ മാമുപാശ്രിതാഃ ബഹവോ ജ്ഞാനതപസാ ഭൂതാ മദ്ഭാവമാഗതാഃ കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവ പ്രകൃതിസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.